ഇന്ന് നമ്മൾ കണ്ണൂരേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ണൂരിൻ്റെ സ്വന്തം മാർക്കറ്റിലേക്ക്. അപ്പോൾ മാർക്കറ്റ് റോഡിലേക്ക് നമ്മളിങ്ങനെ കയറിയിട്ടുണ്ട്. തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. പ്രതീക്ഷിച്ചത്ര തിരക്കില്ല. കാരണം വീക്കെൻഡൊക്കെ ആകുമ്പം പൊതുവേ നിൽക്കാനും നിരങ്ങാനും സ്ഥലമില്ലാത്ത രീതിയിലാവുന്ന ഏരിയാസൊക്കെ അത്ര തിരക്കില്ല കേട്ടോ. കാരണം ഒന്നാമത് ഉച്ച കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടായിരിക്കും നമുക്ക് തിരക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പം നമുക്ക് ഇതുവഴി അങ്ങ് നടന്നു പോയേക്കാം. തിരിച്ചും ഇതുവഴി തന്നെ വരേണ്ടതുകൊണ്ട് അധികം ഒന്നും ശ്രദ്ധിക്കാതെ മുനീശ്വരൻ കോവിലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞില്ലല്ലോ, പയ്യാമ്പലം ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ പ്ലാസക്ക് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ മാർക്കറ്റ് റോഡ് വഴി SM പാർക്ക് ത്രൂ നമ്മൾ ഈ വഴി തന്നെ അങ്ങ് പയ്യാമ്പലത്തേക്ക് പോകാമെന്ന് വെച്ചു. അപ്പം നടന്ന് കാലുവേദനയൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നമ്മൾ വണ്ടിക്ക് കാറിനോ ബൈക്കിനോ അങ്ങനെ എന്തെങ്കിലും മാത്രം വരുന്ന വഴിയിലൊക്കെ ഇപ്പം നടന്നിട്ട് പോകുമ്പോൾ ശരിക്കും ഇത്രയും ദൂരമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാവുന്നു. ഈ ഒരു ഏരിയ ശരിക്കും ഭയങ്കര സൈലൻ്റാണ് കേട്ടോ. സിറ്റി തന്നെ, ടൗൺ ഏരിയ തന്നെ ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു. ഗ്രാമങ്ങളിലുള്ള പോലത്തെ ചീവിടിൻ്റെ സൗണ്ടും ഒക്കെ ഇവിടെയായിരുന്നു കൂടുതലായിട്ട് കേൾക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ അതുവഴി നടന്ന് നമ്മുടെ സ്പോട്ട് ഏകദേശം എത്താനായിട്ടുണ്ട്. കുറച്ച് ദിവസത്തിന് ശേഷം അങ്ങനെ വീണ്ടും പയ്യാമ്പലം ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ടുള്ളൊരു സ്പോട്ടാണ് ശരിക്കും പയ്യാമ്പലം എന്ന് പറയുന്നൊരു ഏരിയ. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ശരിക്കും തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വീക്കെൻഡാണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ തിരക്കായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്തെടുത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. അങ്ങനെ ഓരോ കോൺ ഐസ്ക്രീമും വാങ്ങിയിട്ട് നമ്മളിതാ അവിടെ ഇരുന്ന് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ കാക്കിയും പ്രാവും തമ്മിൽ ഭയങ്കര മത്സരമായിരുന്നു കേട്ടോ. അവിടുന്ന് ആർക്കാ ഫുഡ് ഫസ്റ്റ് കിട്ടുക എന്നുള്ള രീതിയിൽ അവരവിടുന്ന് എന്താ പറയുക ഭയങ്കര ഫൈറ്റ് ചെയ്യുന്ന പോലെ തോന്നി. അങ്ങനെ ഓരോ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മെല്ലെ അങ്ങ് എഴുന്നേറ്റ് കേട്ടോ. കടലിൽ വന്നിട്ട് കടലിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ മോശമല്ലേ, അപ്പോൾ കടലിലേക്ക് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കോമഡി എന്താ വെച്ചാൽ ആർക്കും നീന്താനൊന്നും അറിയില്ല. അതുകൊണ്ട് അധികം ദൂരേക്കൊന്നും പോകാതെ ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സമയം നടന്നു. വെയിലില്ലെങ്കിൽ പോലും ക്ലൈമറ്റ് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. കടലിലേക്ക് ഇറങ്ങിയ കാലൊക്കെ ഒന്ന് നനഞ്ഞപ്പോൾ തന്നെ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ അവിടെ എഴുതിയിട്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ ഒരു പാത, അതായത് പുലിമുട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്, കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നതിനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രയോ ആൾക്കാർ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി ഇങ്ങനെ നോക്കിയിട്ടേ ഉള്ളൂ, അങ്ങോട്ടേക്ക് പോയിട്ടില്ല. പോകുന്നത് കാണുന്നുണ്ടെങ്കിലും നമുക്കൊരു പേടി, ഇനി വെറുതെ ഒരു സീൻ ആക്കണ്ട അവിടെ പോയിട്ട് വിചാരിച്ചു. കാരണം റിസ്ക് ഉള്ള പാർട്ട് തന്നെയാണ്. കാരണം നമ്മുടെ കാലിവിടെ എങ്ങാനും കുടുങ്ങിപ്പോയെങ്കിൽ തന്നെ പണി പാളി. ശരിക്കും ഗുണ കേവ് ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നേ. മെയിനായിട്ട് പ്രവേശനം നിരോധിച്ചിരിക്കുന്ന ഒരു ഏരിയ ഇത്ര വരെയാണ് കേട്ടോ. ആ ഒരു മാർക്ക് ചെയ്ത പാർട്ടിൻ്റെ അപ്പുറത്ത് ഭയങ്കരമായിട്ട് തീരെ അടിച്ച് വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നല്ല ആഴമാണെന്നും പറയുന്നുണ്ട്. ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നീന്തൽ പോലും അറിയാത്ത നമ്മൾ പോയാൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര വരെ മാത്രമേ പോയിട്ടുള്ളൂ. അത് അങ്ങ് ദൂരെ നിന്നുള്ള കാര്യമായിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 4 മണി 4:30 കഴിഞ്ഞു കേട്ടോ. 4:30 കഴിഞ്ഞ സമയം ആവുന്നേ ഉള്ളൂ. അപ്പോൾ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നുള്ളത് കൊണ്ടും ക്ഷമ അത്ര അനുവദിക്കാത്തത് കൊണ്ടും നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇത് കണ്ടാൽ ശരിക്കും ഗുണാക്കേവല്ല എന്ന് പറയാൻ പറ്റുമോ? ഫോണോ എന്തെങ്കിലും വീണാൽ അതിൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനമാവും. അങ്ങനെ മിനി ഗുണാക്കേവും കണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ അതിശയിപ്പിച്ചൊരു കാര്യം എന്താ വെച്ചാൽ കാക്ക, പ്രാവ്, അതുപോലെ ഇവിടെ ഉണ്ടായ നായ്ക്കൾക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. നമ്മളൊക്കെ അടുത്തൂട്ട് പോയാലും അവരൊക്കെ കൂളായിട്ട് അവരുടെ ഒപ്പരമുള്ള ഒരാളെ പോലെയാണ് നമ്മളെ കാണുന്നത്. കാരണം സ്ഥിരമായിട്ട് ആൾക്കാരെ കണ്ട് ശീലമായിട്ടാണെന്ന് തോന്നുന്നു. കാക്കയായാൽ പോലും ഒരു പേടിയില്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെ തോന്നി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കണ്ണൂരിൻ്റെ തന്നെ ഏറ്റവും വിശിഷ്ടമായ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അത്രയും നന്മകളും എന്താ പറയുക ജനനായകന്മാരായിട്ട് നമ്മൾ വാഴ്ത്തപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ സ്മൃതി മണ്ഡപമാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒന്ന് വന്നു. ശരിക്കും ഭയങ്കര ഒരു
എന്താ പറയുക, ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയായിരുന്നു ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ രാമകൃഷ്ണ പിള്ള, ഇപ്പോൾ നമ്മൾ പണ്ട് ഇദ്ദേഹത്തിൻ്റെയൊക്കെ സ്റ്റോറീസൊക്കെ പണ്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ രോമാഞ്ചം കൊള്ളുന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ നമ്മൾ അറിഞ്ഞ ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ പ്രവൃത്തികൾ, അവരുടെ എന്താ പറയുക ലൈഫൊക്കെ നമ്മൾ പഠിക്കുമ്പോഴായാലും അല്ലാതെയും നമ്മൾ അറിയുമ്പം മോട്ടിവേഷനായിട്ട് നമുക്ക് തോന്നുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉറങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സ്മൃതി മണ്ഡപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇമോഷണൽ തന്നെയാണ്. കണ്ണൂരുകാരുടെ ഒരു ഇമോഷണൽ ഏരിയ തന്നെയാണ് പയ്യാമ്പലത്തിലെ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴേക്ക് നമ്മൾ തിരിച്ച് ഇങ്ങ് പ്ലാസക്കേക്ക് വന്നു. അതായത് നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ തിരിച്ച് വന്നത്, മാർക്കറ്റ് റോഡ് വഴി തന്നെയാണ് തിരിച്ച് കയറിയത്. സിറ്റി സെൻറ്റർ ത്രൂ പ്ലാസക്കെത്തി. ബസ് കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുമ്പഴത്തെ പോലെയൊന്നും ഒരുപാട് ടൈം അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ മൂവ് ചെയ്തു. അങ്ങനെ ഇനി അടുത്ത ആഴ്ചയോടുകൂടി ഈ ഒരു ഭാഗമൊക്കെ പൂക്കളായിട്ട് ഫുള്ള് നിറഞ്ഞു നിൽക്കും. അത്രയും തിരക്കും അത്രയും ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇനി ഒരു ഓണത്തിൻ്റെ ആ ഒരു ഓണക്കാഴ്ച എന്ന് പറയില്ലേ, അത് വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഫെയർ, അവിടെയൊക്കെ ഫുള്ള് ജനങ്ങളായി നിറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ നമ്മുടെ അടുത്ത വ്ളോഗിൽ ഫെയർ കൂടെ ഉൾപ്പെടുത്തണം.